Good morning. ഓക്കെ, കുറച്ച് ദിവസമായി അല്ലേ നമ്മൾ കണ്ടിട്ട്. കഴിഞ്ഞ ദിവസമൊക്കെ എടുത്തതൊക്കെ വായിച്ചായിരുന്നോ? നോക്കി എല്ലാവരും മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കിയോ? കിട്ടുന്നില്ലേ? ആൻസർ ഒക്കെ ചെയ്യാൻ പറ്റാതെ? ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് സമയം നമുക്ക് ക്ലാസ് മിസ്സായി അല്ലേ? നെറ്റിന്റെ ഒരു പ്രശ്നം കാരണം. അല്ലെങ്കിൽ ആ ചാപ്റ്റർ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്യേണ്ടതായിരുന്നു. സെക്കൻഡ് ചാപ്റ്ററിൽ ഒരു ചെറിയൊരു പോർഷനും കൂടി അവിടെ ബാലൻസ് ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത ചാപ്റ്റർ, മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ എവിടെ വരെ ഹോസ്പിറ്റൽ എവല്യൂഷൻ നമ്മൾ പറഞ്ഞു നിർത്തി അല്ലെ? എല്ലാ പോയിന്റ്സും കഴിഞ്ഞു. അതിന് ഓരോ ഇതിനകത്തും നമ്മൾ 9 പോയിന്റ് ഔട്ട് ചെയ്തിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ അതിനുള്ള ഓരോ ഇത് നോക്കാം. ലാസ്റ്റ് നമ്മൾ യുനാനി മെഡിസിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അക്ബേഴ്സ് പീരീഡിലാണ്. അതിന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇൻ വിച്ച് പീരീഡ് യുനാനി മെഡിസിൻ ഇൻട്രൊഡ്യൂസ്ഡ്? അക്ബേഴ്സ് പീരീഡ്. ഓക്കെ, ഫാദർ ഓഫ് യുനാനി ചോദിച്ചിട്ടില്ലേ? ഫാദർ ഓഫ് യുനാനി ആരാണ്? ഫാദർ ഓഫ് യുനാനി ആരാണ്? ചോദിച്ചില്ലേ നമ്മള്? ഫാദർ ഓഫ് യുനാനി ആരെഴുതിയിട്ടില്ലേ? ഓക്കെ, വെരി ഗുഡ്. ടൈപ്പ് മെസ്സേജ് ടൈപ്പ് ചെയ്യാനുള്ള ഒരു താമസമാണ് അല്ലെ? ഹിപ്പോക്രാറ്റ്സ് ആണ് ഫാദർ ഓഫ് യുനാനി എന്നറിയപ്പെടുന്നത്. അതുകൂടി അതിന്റെ ഒപ്പം നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അതെല്ലാം ചോദിക്കാറുണ്ട് കേട്ടോ. ഫാദർ ഓഫ് മെഡിസിൻ, ഫാദർ ഓഫ് സർജറി എല്ലാം ചോദിക്കാറുണ്ട്. ഫാദർ ഓഫ് ആയുർവേദ, ഫാദർ ഓഫ് യുനാനി എല്ലാം നോക്കി വെക്കാം. ഇനി അടുത്തത് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് 17th സെഞ്ചുറിയാണ്. 17th സെഞ്ചുറി. ഇനി നോക്കിയേ, 17th സെഞ്ചുറിയിൽ എന്താ സംഭവിച്ചത്? The modern system of medicine by Arabian Christian missionaries in South India. സൗത്ത് ഇന്ത്യയില് ക്രിസ്ത്യൻ മിഷണറീസിന്റെ വരവോടുകൂടി മെഡിസിനില് ഒരു ആധുനിക സമ്പ്രദായം തന്നെ നിലവിൽ വന്നു. മോഡേൺ സിസ്റ്റം ഓഫ് മെഡിസിൻ ബൈ അറൈവൽ ക്രിസ്ത്യൻ മിഷണറീസ് ഇൻ സൗത്ത് ഇന്ത്യ. എന്താ പറഞ്ഞേക്കുന്നേ? സൗത്ത് ഇന്ത്യയില് ക്രിസ്ത്യൻ മിഷണറീസിന്റെ വരവോടുകൂടി മെഡിസിനില് ഒരു ആധുനിക സമ്പ്രദായം നിലവിൽ വന്നു. ഇവിടെ നോക്കിയ കുറച്ച് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. ആ 17th സെഞ്ചുറിയിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓരോ പോയിന്റ് ആയിട്ട് ഓരോ ഡോട്ട് ഇട്ട് തന്നിട്ടുണ്ട്. നോക്കാം. 17th സെഞ്ചുറിയിലെ ഫസ്റ്റ് പോയിന്റിൽ എന്താ പറഞ്ഞേക്കണേ? സൗത്ത് ഇന്ത്യയില് ക്രിസ്ത്യൻ മിഷണറീസിന്റെ വരവോടുകൂടി മെഡിസിനില് ഒരു ആധുനിക സമ്പ്രദായം നിലവിൽ വന്നു. രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി established the first hospital in 1664 in Chennai for its soldiers and in 1668 for civilians. എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ് ഫസ്റ്റ് ഹോസ്പിറ്റൽ 1664 ചെന്നൈയില് ആർക്ക് വേണ്ടിയിട്ടാണ്? സോൾജേഴ്സിന് വേണ്ടിയിട്ട്, പട്ടാളക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ഫസ്റ്റ് ഹോസ്പിറ്റല് സ്ഥാപിച്ചു. അതിന്റെ ഇയർ ചോദിക്കാറുണ്ട്, എവിടെയാണ് സ്ഥലവും ചോദിക്കാറുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഹോസ്പിറ്റൽ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോർ സോൾജേഴ്സ് അല്ലെങ്കിൽ ഫോർ സിവിലിയൻസ്. അത് തന്നെ ഉള്ളൂ. അതെന്നാണ് ആ ഇയർ ചോദിക്കാം കേട്ടോ. ദ ഇയർ ഇൻ വിച്ച് ദ ഫസ്റ്റ് മെഡിക്കൽ കോളേജ് എസ്റ്റാബ്ലിഷ്ഡ്, ഫസ്റ്റ് ഹോസ്പിറ്റൽ. അങ്ങനെ ഇയർ ചോദിക്കാം, അതിന്റെ സ്ഥലവും ചോദിക്കാം. നോട്ട് ചെയ്തോ? ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ്ഡ് ഫസ്റ്റ് ഹോസ്പിറ്റൽ ഇൻ 1664. എവിടെയാ സ്ഥാപിച്ചത് ഫസ്റ്റ് ഹോസ്പിറ്റല്? 1664 ചെന്നൈയില്. ആർക്ക് വേണ്ടിയിട്ടാ? ആർക്ക് വേണ്ടിയിട്ടാണ്? ഫോർ ഇറ്റ് സോൾജേഴ്സ്, സോൾജേഴ്സിന് വേണ്ടിയിട്ട്. കിട്ടിയോ? 60. അപ്പൊ അത് എങ്ങനെ നോട്ട് ചെയ്യണം? ടെക്സ്റ്റ് എല്ലാവർക്കും കിട്ടിയോ നിങ്ങക്ക്? ഇനിയും കിട്ടാത്തവരുണ്ടോ ടെക്സ്റ്റ്? ഉണ്ടല്ലേ? ഒരു ബുക്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് നോട്ട് ചെയ്യുക. 7 കിട്ടിയില്ല, കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തെടുത്താൽ മതി. ഇതൊക്കെ ചെറിയ ചെറിയ പോർഷൻസ് ആണ്, നിങ്ങൾക്ക് നോട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫസ്റ്റ് ഹോസ്പിറ്റല് 1664 എവിടെയാ? ചെന്നൈയില്. ആർക്ക് വേണ്ടിയാണ്? സോൾജേഴ്സ്. അത്രയും നോക്കി വെക്കാം. 1664 ചെന്നൈ
സോൾജേഴ്സ്. ഓക്കെ, ഇനി അതേ പറഞ്ഞു തന്നേ ഉള്ളൂ, സോൾജേഴ്സിന്റെ വരെ എത്തിയുള്ളൂ നമ്മള്, പട്ടാളക്കാർക്ക് വേണ്ടിയിട്ട്. ഇനി അടുത്ത് നോക്കിയേ, ആൻഡ് 1668 1668 ഫസ്റ്റ് ഹോസ്പിറ്റൽ സ്ഥാപിച്ചത് ആർക്ക് വേണ്ടിയാ? ഫോർ സിവിലിയൻസ്. സിവിലിയൻസ് എന്ന് പറഞ്ഞ എന്താ? ആരാണ്? സാധാരണ ജനങ്ങള്, സാധാരണക്കാർക്ക് വേണ്ടിയിട്ട്. ഓക്കെ, സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് 1668 ഹോസ്പിറ്റൽ സ്ഥാപിച്ചു. രണ്ടും ചെന്നൈയിൽ തന്നെയാണ് കേട്ടോ. അപ്പൊ അത് ചോദിക്കാം, ഡേറ്റ് നമ്മൾ പഠിച്ചു വെക്കണം, ആർക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത് പഠിച്ചു വെക്കാം. പ്ലേസ് നോക്കാം, ചെന്നൈയിലാണ്. കിട്ടിയ പോയിന്റ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ്ഡ് ഫസ്റ്റ് ഹോസ്പിറ്റൽ ഇൻ 1664 ഈസ് അറ്റ് ഡാഷ്. എവിടെയാന്ന് ചോദിക്കാം, ചെന്നൈ. ആർക്ക് വേണ്ടിയിട്ടാ? ഫോർ ഇറ്റ്സ് സോൾജേഴ്സ്. And 1668 for civilian. 1668 സിവിലിയൻസ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് ഹോസ്പിറ്റൽ സ്ഥാപിച്ചു. ഓക്കെ, ഇനി നോക്കിയേ, കോൺസ്റ്റന്റ് ഗ്രോത്ത് ഡ്യൂറിംഗ് ദ 18th and early 19th century. 18-19 സെഞ്ചുറികളില് സാമാന്യ വളർച്ചയുണ്ടായി. അതുപോലെ തന്നെ സാമാന്യ വളർച്ചകള് 18-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലും 18-19 സെഞ്ചുറികളില് ഇതിന് സമാനമായിട്ടുള്ള വളർച്ചയുണ്ടായി. ഇപ്പൊ നമ്മൾ 17th സെഞ്ചുറിയിലെ കാര്യമല്ല പറഞ്ഞത്, അതേ കോൺസ്റ്റന്റ് ഗ്രോത്ത് ഡ്യൂറിംഗ് ദ 18th and early 19th century. സാമാന്യ വളർച്ചകൾ ഉണ്ടായി. ഫസ്റ്റ് മെഡിക്കൽ കോളേജ് ഇൻ കൽക്കട്ട ഇൻ 1835. ഇതും ചോദിക്കാറുണ്ട് കേട്ടോ. ഫസ്റ്റ് മെഡിക്കൽ കോളേജ്, the year in which the first medical college established in Calcutta. ഇയറും ചോദിക്കും, ഡേറ്റും ചോദിക്കും. അത് 3 നോട്ട് ചെയ്തിടുക. ഫസ്റ്റ് മെഡിക്കൽ കോളേജ് ഇൻ കൽക്കട്ട 1835. എന്താണ്? 1835. കൽക്കട്ടയില് 1835. അടുത്ത പോയിന്റ് നോക്കി, മുംബൈ ഇൻ 1845. മുംബൈയിൽ എത്രയാ? ഏത് വർഷമാണ്? 1845. 1845 മുംബൈയിലും ചെന്നൈയില് 1850 1850 ഫസ്റ്റ് മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചു. 3 കിട്ടി. അവിടെ നോട്ട് ചെയ്യാൻ പറ്റണ്ടോ? ഫസ്റ്റ് മെഡിക്കൽ കോളേജ് ഇൻ കൽക്കട്ട ഇൻ 1835. അപ്പൊ നിങ്ങൾ എഴുതിയാൽ മതി, കൽക്കട്ട 1835, മുംബൈ 1845, ചെന്നൈ 1850. 1815. കിട്ടിയ? 3 എഴുതി നോട്ട് ചെയ്തെടുത്ത. ഓക്കെ, ക്ലിയർ ആണല്ലേ? ഫസ്റ്റ് മെഡിക്കൽ കോളേജ് കൽക്കട്ടയില് 1835, മുംബൈയില് 1845, ചെന്നൈയില് 1850. ഇങ്ങനെ ചോദിക്കാട്ടോ എക്സാമിന്. The year in which the first medical college established in Calcutta. The year in which the first medical college established in Mumbai. The year in which the first medical college established in Chennai. അതിന്റെ 3 ഇയറും നോക്കാം, അതെവിടെയാണ് എന്നുള്ളത് നോക്കി വെക്കാം. ഓക്കെ, ഇനി നോക്കിയേ, in 1885 1855 ആയപ്പോഴത്തേക്കും നോക്കിയേ 1215 hospitals and dispensaries, only reaching 10% of population. 1885 ആയപ്പോഴത്തേക്കും എത്ര ഹോസ്പിറ്റൽ വന്നു? 1250. 1250 ഹോസ്പിറ്റലുകളും ഡിസ്പെൻസറീസ് എന്ന് പറഞ്ഞ എന്താ? ഔഷധശാലകള്. ഡിസ്പെൻസറീസും only reaching 10% of population. പോപ്പുലേഷന്റെ, ജനസംഖ്യയുടെ 10% എത്തുന്ന രീതിയിൽ 1250 ഹോസ്പിറ്റലുകളും ഡിസ്പെൻസറീസും 1885 നിലവിൽ വന്നു. ഇതിനകത്ത് കുറച്ച് ഡേറ്റുകളും കാര്യങ്ങളും ആ സ്ഥലവും മാത്രം നിങ്ങൾ അതിൽ നോക്കി വെക്കുക കേട്ടോ. In 1885, 1250 hospitals and dispensaries, only reaching 10% of population. പോപ്പുലേഷന്റെ 10% എത്തുന്ന രീതിയിൽ 1250 ഹോസ്പിറ്റലുകളും ഡിസ്പെൻസറീസും ഔഷധശാലകളും നിലവിൽ വന്നു. ക്ലിയർ ആയോ ആ ഒരു പാരഗ്രാഫ്? 17th സെഞ്ചുറിയിലെ കാര്യങ്ങള് കുഞ്ഞു കുഞ്ഞു പോയിന്റ് ആയിട്ട് തന്നേക്കുന്നത് കേട്ടോ. അപ്പൊ അതിനകത്ത് നമ്മൾ രണ്ടാമത്തെ പോയിന്റില് നോട്ട് ചെയ്ത് വെക്കണം. ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി ഫസ്റ്റ് ഹോസ്പിറ്റലില്
1664 ചെന്നൈയില് ആർക്ക് വേണ്ടി? സോൾജേഴ്സിന് വേണ്ടിയിട്ട്. സെക്കൻഡ് പോയിന്റ് പ്രത്യേകം നോട്ട് ചെയ്യുക കേട്ടോ, അതിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. 1668 സിവിലിയൻസിന് വേണ്ടിയിട്ട്, സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ സ്ഥാപിച്ചു. ഇങ്ങനെ ചോദിക്കാം. ആ ഒരു ഇതിന് ഞാനിപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ദ ഫസ്റ്റ് ഹോസ്പിറ്റൽ എസ്റ്റാബ്ലിഷ്ഡ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോർ സോൾജേഴ്സ് ഇൻ 1664 ഈസ് അറ്റ് ഡാഷ്. 1664 ഈസ് അറ്റ് ഡാഷ്. അപ്പൊ സ്ഥലം എഴുതണം. എവിടെയാ? 1664 സോൾജേഴ്സിന് വേണ്ടിയിട്ട് ചെന്നൈ. ഓക്കെ, വെരി ഗുഡ്. അത് നോക്കാം. സോൾജേഴ്സിന് വേണ്ടിയിട്ട് 1664 സിവിലിയൻസിന് വേണ്ടിയിട്ട് എന്താ 1668 ഒരു 4 വർഷം കൂടി കഴിഞ്ഞപ്പോഴാണ് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ സ്ഥാപിച്ചു. പിന്നെ നമ്മൾ പറഞ്ഞത് 18th 19th സെഞ്ചുറികളിൽ അതിന് 17th സെഞ്ചുറി പോലെ തന്നെ സാമാന്യ വളർച്ചകൾ അവിടെ ഉണ്ടായി. ഫസ്റ്റ് മെഡിക്കൽ കോളേജ് കൽക്കട്ടയില് 1835 സ്ഥാപിച്ചു. മുംബൈയില് 1845 10 വർഷം കൂടി കഴിഞ്ഞപ്പോ 1845 സ്ഥാപിച്ചു. ചെന്നൈയില് 1850 ഒരു 5 വർഷം കൂടി കഴിഞ്ഞപ്പോ 1850 ഫസ്റ്റ് മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചു. പിന്നെ ലാസ്റ്റ് പറഞ്ഞേക്കുന്നത് എന്താ? 1885 ആയപ്പോഴത്തേക്കും എത്ര ഹോസ്പിറ്റൽ വന്നു? 1215 hospitals and dispensaries, reaching 10% of population. പോപ്പുലേഷന്റെ 10% എത്തുന്ന രീതിയിൽ 1250 ഹോസ്പിറ്റലുകളും ഡിസ്പെൻസറീസും നിലവിൽ വന്നു. പാരഗ്രാഫ് ക്ലിയർ ആണല്ലോ? ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? പോയിന്റ് ക്വസ്റ്റ്യനും എങ്ങനെ വരികയാണെന്നുള്ളത് മനസ്സിലായില്ലേ? ഓക്കെ, ക്ലിയർ ആണോ? അല്ലെങ്കിൽ ഉണ്ടെങ്കിലും മനസ്സിലാക്കി. ഓക്കെ, ഓക്കെ ഇട്ടിട്ടുണ്ട്, ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ പെട്ടെന്ന് മെസ്സേജ് ചെയ്യുന്നവരാണ്. ഓക്കെ, ഇനി ആർക്കെങ്കിലും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. ഇനി ഒരു കുഞ്ഞു കാര്യം കൂടെ ഉള്ളൂ. ഇതിന് എക്സാമിന് ക്വസ്റ്റ്യൻ ഒന്നും വരില്ല. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കാത്ത ഈ സെക്ഷനിൽ നമ്മളൊന്ന് മനസ്സിലാക്കി വരിക. കുറച്ച് റേഷ്യോ അവിടെ തന്നിട്ടുണ്ട്. എമർജൻസ് ഓഫ് ഹോസ്പിറ്റൽ ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ. ഇൻഡിപെൻഡന്റ് ഇന്ത്യ നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിലെ ആശുപത്രിയുടെ ആവിർഭാവം. എമർജൻസ് ഓഫ് ഹോസ്പിറ്റൽ ഇൻ ഇൻഡിപെൻഡൻസ് ഇന്ത്യ. സ്വതന്ത്ര ഇന്ത്യയിലെ ഹോസ്പിറ്റലിന്റെ എമർജൻസി എന്നുവെച്ചാൽ ആവിർഭാവം. അതിനകത്ത് ഓരോ റേഷ്യോ മാത്രമാണ് അവിടെ തന്നിരിക്കുന്നത്. ബെഡ് ടു പോപ്പുലേഷൻ റേഷ്യോ എത്രയോ? 1:4000. അതായത് ഒരു ബെഡ് പോപ്പുലേഷൻ നോക്കിയേ 4,000. അതായത് 4000 ആളുകൾക്ക് ഒരു ബെഡ്. ആ റേഷ്യോ മാത്രമാണ് കേട്ടോ. റേഷ്യോ ഒന്നും എക്സാമിന് ചോദിക്കാറില്ല. ഞാനൊന്ന് മനസ്സിലാക്കി വെക്കുക. ബെഡ് ടു പോപ്പുലേഷൻ റേഷ്യോ എത്രയാ? ഒരു ബെഡ് പോപ്പുലേഷൻ എത്രയാ? 4000. മനസ്സിലായില്ലേ? 4000 ആളുകൾക്ക് ഒരു ബെഡ്. ഇനി ഡോക്ടർ ടു പോപ്പുലേഷൻ റേഷ്യോ. ഡോക്ടർ ടു പോപ്പുലേഷൻ റേഷ്യോ എത്രയാ? ഒരു ഡോക്ടർ പോപ്പുലേഷൻ എത്രയാ? 6300 അല്ലെ? 6300 പോപ്പുലേഷൻ ജനങ്ങൾക്ക് ഒരു ഡോക്ടർ. അതായിരുന്നു അവിടെ റേഷ്യോ പറഞ്ഞേക്കണേ. 1:6300. Then nurse population ratio, okay, 1:40,000. ഉണ്ടോ? ഇതിന്റെ ഇതായി ഒരു നേഴ്സ് പോപ്പുലേഷൻ നോക്കിയേ 40,000. 40,000 ആളുകൾക്ക് ഒരു നേഴ്സ്. ആ റേഷ്യോ ആണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, disparities in facilities in urban and rural area. Disparity എന്ന് വെച്ചാൽ വ്യത്യാസങ്ങൾ ഉണ്ടായി. ഡിസ്പാരിറ്റീസ് ഇൻ ഫെസിലിറ്റീസ്, സൗകര്യങ്ങളുടെ വ്യത്യാസം ഉണ്ടായി. എവിടെയൊക്കെ? ഇൻ അർബൻ ആൻഡ് റൂറൽ ഏരിയ. അർബൻ ഏരിയ എന്ന് പറഞ്ഞ ഏതാ? അർബൻ റൂറൽ. അർബൻ എന്ന് പറഞ്ഞ ഏതാ? നഗരപ്രദേശങ്ങൾ അല്ലെ? അർബൻ എന്ന് പറഞ്ഞാൽ നഗരങ്ങളില്, റൂറൽ എന്ന് പറഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങളില്. അവിടുത്തെ ഫെസിലിറ്റീസിന്റെ വ്യത്യാസം ഇല്ലേ? നമ്മുടെ ഒരു ഗ്രാമപ്രദേശത്തുള്ള ചെറിയ ഹോസ്പിറ്റലുകളും സിറ്റിയാണ് അർബൻ. ഓക്കെ, നഗരങ്ങൾ. അപ്പൊ നമ്മുടെ സിറ്റിയിലുള്ള അല്ലെങ്കിൽ അർബൻ ഏരിയയിലുള്ള ഹോസ്പിറ്റലും തമ്മിൽ വ്യത്യാസം ഇല്ലേ? ഇല്ലേ? നമ്മുടെ റൂറൽ ഗ്രാമപ്രദേശത്ത് കുറച്ച് സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ള അടിസ്ഥാന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇതുള്ള ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ നേരെ അർബൻ ഏരിയയിലാണ് ഈ സിറ്റിയിലെ ഹോസ്പിറ്റലിലെ സൗകര്യങ്ങളുടെ വ്യത്യാസം ഇല്ലേ? അതല്ലേ നമ്മളെല്ലാവരും വലിയ ഫെസിലിറ്റി അന്വേഷിച്ച് അല്ലെങ്കിൽ നമ്മൾ സിറ്റിയിലേക്കൊക്കെ പോകുന്നത്.
അല്ലെ? നമ്മുടെ റൂറൽ ഗ്രാമപ്രദേശത്തിലുള്ള ഹോസ്പിറ്റലുകളിലെ സൗകര്യങ്ങൾ കുറവാണോ കൂടുതലാണോ? എങ്ങനെയാ, കുറവാണോ കൂടുതലാണോ? നമ്മുടെ റൂറൽ ഏരിയാസിൽ ഫെസിലിറ്റി എങ്ങനെയാ, കുറവല്ലേ? അല്ലേ? ഗ്രാമപ്രദേശത്ത് കുറവാണ്. അപ്പൊ അർബൻ ഏരിയയിൽ ആ ഫെസിലിറ്റി കുറച്ചും കൂടി ഉണ്ട് അല്ലേ? കുറച്ചും കൂടി ഫെസിലിറ്റി ഉണ്ട്, കൂടുതലാണ്. ആ ഫെസിലിറ്റികളിൽ വ്യത്യാസമുണ്ട്. ഡിസ്പാരിറ്റീസ് ഇൻ ഫെസിലിറ്റി ഇൻ അർബൻ ആൻഡ് റൂറൽ. റൂറൽ അർബൻ ഏരിയകളിലെ സൗകര്യങ്ങളിൽ വ്യത്യാസമുണ്ട്. അറ്റ് ഇൻഡിപെൻഡൻസ്, ശ്രദ്ധിച്ചേ, നമ്മുടെ ഇൻഡിപെൻഡൻസ് ആയപ്പോഴത്തേക്കും എത്ര ഹോസ്പിറ്റൽ ബെഡുകൾ നോക്കിയേ? 11,000 hospital beds and 7,400 hospitals. നോക്കിയേ, ഇൻഡിപെൻഡൻസ് ആയപ്പോഴത്തേക്കും എത്ര? 11,000 ഹോസ്പിറ്റൽ ബെഡുകളും 7,400 ഹോസ്പിറ്റലുകളും 7,400 ഹോസ്പിറ്റൽസും വന്നു. Since the past of 15 years, കഴിഞ്ഞ 50 വർഷങ്ങളായിട്ട് നമ്മൾ കൺസെപ്റ്റ് ഓഫ് ടുഡേസ് ഹോസ്പിറ്റൽ, ഒരു പുതിയ ഒരു ഇന്നത്തെ ഒരു ഹോസ്പിറ്റൽ എന്ന ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഒരു ആശയത്തിലേക്ക് നിലവിൽ വന്നു, നമ്മൾ വന്നു. Since past 15 years, കഴിഞ്ഞ 50 വർഷങ്ങളായിട്ട് നമ്മൾ ഒരു ടുഡേസ് ഹോസ്പിറ്റൽ, ഒരു ഇന്നത്തെ ഹോസ്പിറ്റൽ എന്നുള്ള ഒരു കോൺസെപ്റ്റ്, ഒരു ആശയത്തിലേക്ക് വന്നു. അത്രയാണ് ആ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഏതാണ് നമ്മളെ ഒന്നുകൂടി പറയാനായിട്ട് പറഞ്ഞത്? ലാസ്റ്റ് സെന്റൻസ് ആണോ? ലാസ്റ്റ് പോയിന്റ് ആണോ? അത് നോക്കിയേ. സിൻസ് ദ പാസ്റ്റ് 15 years, കഴിഞ്ഞ ഒരു 50 വർഷങ്ങളായിട്ട്, ഇന്നത്തെ ഹോസ്പിറ്റൽ എന്ന ഒരു കോൺസെപ്റ്റ്, ഒരു ആശയത്തിലേക്ക് എത്തിയത്. നമ്മുടെ ഈ ഒരു രീതിയിൽ ഇന്നത്തെ ഒരു ഹോസ്പിറ്റലിന്റെ ഒരു ആശയം അല്ലെങ്കിൽ അത്രയും ഒരു ഫെസിലിറ്റിയോട് കൂടി ഒരു 50 വർഷങ്ങളായിട്ട് നമ്മൾ ഇപ്പോഴത്തെ ഒരു രീതിയൊക്കെയാണ് ഫോളോ ചെയ്തത്. അത് വ്യത്യാസം ഉണ്ടാവും. കഴിഞ്ഞ 50 വർഷം മുന്നുള്ള ട്രീറ്റ്മെന്റ് സൗകര്യങ്ങളും ഇന്നത്തെ വെച്ച് നോക്കുമ്പോൾ ഒത്തിരി വ്യത്യാസം ഉണ്ട് അല്ലെ? ഇന്ന് ടെക്നോളജി ഡെവലപ്പ് ചെയ്തു, എങ്കിലും ആ ഒരു ഇന്നത്തെ ഹോസ്പിറ്റൽ എന്നൊരു ആശയത്തിലേക്ക് എത്തിച്ചേർന്നു എന്നാ പറയുന്നത്. കഴിഞ്ഞ 50 വർഷങ്ങളായിട്ട് ഇന്നത്തെ ഹോസ്പിറ്റൽ എന്ന ഒരു ആശയത്തിലേക്ക്, ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിച്ചേർന്നു. അപ്പൊ അത്രയാണ് ആ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ ആ ഫസ്റ്റ് മെഡിക്കൽ കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്ത ഡേറ്റുകൾ നോക്കണം. അത് ആർക്ക് വേണ്ടിയിട്ട് എവിടെയാണ് ആ പ്ലേസും ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. ചാപ്റ്റർ 3 ആണ് ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. ഞാൻ ഒന്ന് ഷെയർ ചെയ്തിടാം കേട്ടോ. ഞാൻ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ നിങ്ങൾക്ക് കാണുന്നില്ലേ? ക്ലിയർ ആണോ നോക്കി? ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. ഓക്കെ ആണോ? കാണാം. ഓക്കെ. അപ്പൊ സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ ആദ്യം എടുത്തത് ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽ. ഇത് കഴിഞ്ഞു. മൂന്നാമത്തെ ചാപ്റ്റർ ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. ഓക്കെ ആണ് അല്ലെ? ഓക്കെ. എന്താ ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ? ഇന്ത്യയിലെ ആരോഗ്യ സംരക്ഷണ സംവിധാനം. ഇവിടെ ഹെൽത്ത് കെയർ സിസ്റ്റം, നമുക്ക് ഒരുപാട് ആരോഗ്യ കാര്യങ്ങളില്ലേ, സംവിധാനങ്ങളില്ലേ? അത് ഇന്ത്യയിലെ ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ. ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ആരോഗ്യ സംരക്ഷണ സംവിധാനം. ഓക്കെ, അതിനു മുന്നേ ചെറിയൊരു പാരഗ്രാഫ് അവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ട്രഡീഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. ട്രഡീഷണൽ എന്ന് പറഞ്ഞാൽ എന്താ? പരമ്പരാഗത വൈദ്യശാസ്ത്രം അല്ലെ? ഇപ്പോ ഇപ്പോ ഈ മോഡേൺ മെഡിസിൻ, നമ്മുടെ ഇംഗ്ലീഷ് മരുന്നൊക്കെ വന്നെങ്കിലും പണ്ടത്തെ സിസ്റ്റം അല്ലെ, പണ്ടത്തെ ചികിത്സകൾ ചെയ്യുന്നവരില്ലേ?
ട്രഡീഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റം ട്രഡീഷണൽ ആയിട്ടുള്ളത് ഇല്ലേ? ഇപ്പോഴും ആയുർവേദ മരുന്നും നമ്മള് എന്താ യോഗി യുനാനി അതെല്ലാം പഠിക്കാണ്ട് കേട്ടോ. നേച്ചുറോപ്പതി, ഹോമിയോപ്പതി ഇങ്ങനെയുള്ള ട്രഡീഷണൽ ഹെൽത്ത് കെയർ ഫോളോ ചെയ്യുന്നവരുണ്ട് അല്ലേ? ഇപ്പൊ നമ്മൾ ഏത് മരുന്നാണ് കഴിക്കണേ? നമ്മൾ കൂടുതൽ ഇപ്പൊ ഏത് മരുന്നാണ് കഴിക്കണേ? ഇപ്പൊ നമ്മൾ ഏതാ മോഡേൺ മെഡിസിനാ കഴിക്കുന്നത്. മോഡേൺ മെഡിസിൻ എന്ന് പറഞ്ഞാൽ എന്താ? അലോപ്പതിക് മെഡിസിൻ എന്ന് പറയുന്നത് അലോപ്പതി മരുന്നുകള് അല്ലെങ്കിൽ ഇംഗ്ലീഷ് മരുന്നുകള്. നമ്മളിപ്പോ കൂടുതൽ ഇംഗ്ലീഷ് മരുന്നല്ലേ കഴിക്കണേ അല്ലേ? ഇപ്പൊ നമ്മൾ ആരും അങ്ങനെ അധികം പണ്ടുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മള് എന്നാലും ഇപ്പൊ കഴിക്കുന്നുണ്ട് കേട്ടോ. ആയുർവേദ മരുന്നൊക്കെ ഇഷ്ടംപോലെ ആളുകൾ കഴിക്കുന്നുണ്ട്. അതെന്താ വ്യത്യാസം നമ്മൾ ആയുർവേദവും ഇംഗ്ലീഷ് മരുന്നൊക്കെ തമ്മില്? നമ്മൾ ആയുർവേദം അത് കുറച്ച് സമയം എടുക്കും അല്ലേ? നമ്മുടെ അസുഖം മാറാൻ കുറച്ച് സമയം എടുക്കും അത് ചെയ്യാൻ, ട്രീറ്റ്മെന്റും കാര്യങ്ങളും ആ ടൈമില്. എന്നാൽ ഇംഗ്ലീഷ് മരുന്നാണെങ്കിൽ ഒരു ടാബ്ലറ്റ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അതിന്റെ റിസൾട്ട് വരും അല്ലേ? പെട്ടെന്ന്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് തന്നെയാണ് കഴിക്കുന്നത് അല്ലെ? അല്ലെങ്കിൽ നമുക്ക് സമയം എടുത്ത് മാറ്റേണ്ടത് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ആയുർവേദ മരുന്ന് കഴിക്കുന്നവരുണ്ട്. ഇവിടെ നമ്മുടെ കൂട്ടത്തിൽ ആയുർവേദമൊക്കെ കഴിക്കുന്നവരുണ്ടോ? ആയുർവേദ മരുന്നൊക്കെ കഴിക്കുന്നവരുണ്ടോ? ഉണ്ട് അല്ലേ? ഉണ്ട്. ഇപ്പോഴും മരുന്നുകൾ കഴിക്കുന്നവർ ഇഷ്ടം പോലെ പേരുണ്ട്. എന്നുവെച്ചാൽ നമ്മള് പതുക്കെയാണ്, കുറച്ച് പതുക്കെ മാറുള്ളൂ. പക്ഷെ അത് നമ്മളത് അത് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോ ഹോമിയോ ആണെങ്കിലും അല്ലെ പെട്ടെന്ന് നമ്മുടെ ബ്രേക്ക് ഇട്ടാലും മാറൂല. നമ്മളത് പതുക്കെ ആ ഹോമിയോ കഴിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഓൾറെഡി അതിനോട് ഇതാവും. പിന്നെ പെട്ടെന്ന് നമ്മൾ ആ മരുന്ന് കഴിച്ചാൽ അത് ഓക്കെ ആവും അല്ലെ? നോക്കിയാൽ നമുക്കത് എന്തൊക്കെയാന്ന് നോക്കാം. അപ്പൊ ഇപ്പോഴും നമ്മള് എല്ലാവരും കൂടുതൽ എല്ലാവരും തന്നെ മോഡേൺ മെഡിസിൻസ് ആണ് നമ്മൾ കഴിക്കുന്നത് അല്ലെ? എന്നാൽ നമ്മൾ പഴയത് ട്രഡീഷണൽ ഹെൽത്ത് കെയർ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടോ? എന്നാ പാരമ്പര്യാഗത വൈദ്യ ചികിത്സകൾ നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ ഇന്ന് മാറ്റിയിട്ടില്ല. അതും ഉണ്ട്. ഇതിന്റെ ഒപ്പം തന്നെ അതും കഴിക്കുന്നുണ്ട്. ഓക്കെ. ഇൻ ഇന്ത്യ ബിസൈഡ് ദ എക്സിസ്റ്റൻസ് ഓഫ് മോഡേൺ മെഡിസിൻ, ഇന്ത്യയില് നമ്മുടെ മോഡേൺ മെഡിസിൻ എന്ന് പറഞ്ഞ ഏതാ? ഇംഗ്ലീഷ് മരുന്നുകൾ അല്ലെങ്കിൽ അലോപ്പതിക് മെഡിസിൻ എന്ന് പറയും. അത് നിലവിലിരിക്കെ ട്രഡീഷണൽ മെഡിക്കൽ പ്രാക്ടീഷണർ കണ്ടിന്യൂ ടു പ്രാക്ടീസ് ത്രൂ ഔട്ട് ദ കൺട്രി അല്ലെ? നമ്മുടെ ട്രഡീഷണൽ മരുന്നുകൾ ട്രഡീഷണൽ വൈദ്യന്മാരൊക്കെ ഇല്ലേ, അവരൊക്കെ ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് ആ ഒരു പാരമ്പര്യ വൈദ്യശാസ്ത്രം അവര് ഫോളോ ചെയ്യുന്നുണ്ട് അല്ലെ? ഇപ്പോഴും അവര് വൈദ്യന്മാരൊക്കെ നമുക്ക് മരുന്ന് പേച്ചിലും ഒഴിച്ചിലും അല്ലെ ആയുർവേദ പച്ചമരുന്നുകളും ഒക്കെ തന്നിട്ടും ഇപ്പോഴും നമുക്ക് എന്താ പറയാ നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും അത് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് മരുന്ന് വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അത് പാടെ ഒഴിവാക്കിയിട്ടുണ്ടോ? ഇംഗ്ലീഷ് മരുന്ന് വന്നു എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പൂർണ്ണമായിട്ട് മാറ്റിയിട്ടില്ല. മോഡേൺ മെഡിസിൻ നിലവിലിരിക്കെ പരമ്പരാഗതമായിട്ടുള്ള ചികിത്സാ രീതികളും നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. പോപ്പുലർ നേറ്റീവ് ഹെൽത്ത് കെയർ ട്രഡീഷൻ കൺസിസ്റ്റ് ഓഫ്, ഇവിടെ നോക്കിയേ നമ്മള് ഉപയോഗിക്കുന്ന പ്രാദേശിക ആരോഗ്യ സംരക്ഷണ പാരമ്പര്യം, അതായത് അതിനകത്ത് ആ ട്രഡീഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ വരുന്നതാണ് ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നേച്ചുറോപ്പതി. അത് ഒരുമിച്ച് തന്നിരിക്കണേ. അതിന് ഷോർട്ട് ചെയ്തിട്ടാണ് ആയുഷ് എന്ന് പറയുന്നത്. ആയുഷ് കേട്ടിട്ടുണ്ടോ? ആയുഷ് എന്നുള്ളത് ആയുഷ് മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ട്രഡീഷണൽ ട്രീറ്റ്മെന്റ് ആണ് ആയുഷ് എന്ന് പറഞ്ഞ ഒരു കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ രൂപം കൊണ്ട ഒരു പലതരത്തിലുള്ള ആരോഗ്യ മേഖലകളെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു മന്ത്രാലയമാണ് ആയുഷ് എന്ന് പറയുന്നത്. അതൊന്ന് വേണമെങ്കിൽ ഒന്ന് അവിടെ എഴുതി വെച്ചോട്ടോ. ആയുഷ് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ രൂപം കൊണ്ട വ്യത്യസ്ത ആരോഗ്യ മേഖലകളെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള
ആരോഗ്യ മേഖലകളെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു മന്ത്രാലയമാണ് ആയുഷ്. ഓക്കെ, അത് 2014 നവംബർ 9 ഇത് നിലവിൽ വന്നത്. ഒന്നും ചോദിക്കൂല, ജസ്റ്റ് ഞാൻ എന്താ ഇനിയിപ്പോ ഈ ആയുഷിന് കേൾക്കുമ്പോ നിങ്ങൾക്ക് അത് എന്താണെന്ന് അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. കേന്ദ്ര സർക്കാരിന്റെ കീഴില് രൂപം കൊണ്ട വ്യത്യസ്ത ആരോഗ്യ മേഖലകളെ സംയോജിപ്പിച്ചു കൊണ്ടുള്ള ഒരു മന്ത്രാലയം, ഈ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ വരുന്ന ഒരു മന്ത്രാലയമാണ് ആയുഷ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് പല മേഖലകളെ, ആരോഗ്യ മേഖലകളെ സംയോജിപ്പിച്ചുകൊണ്ടുള്ളതാന്ന് പറഞ്ഞു. അത് ഏതൊക്കെയാ വരുന്നത്? ട്രഡീഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ഏതൊക്കെ വരുന്ന? ആയുർവേദ ഉണ്ട്, യോഗ ഉണ്ട്, യുനാനി ഉണ്ട്, സിദ്ധ ഉണ്ട്, ഹോമിയോപ്പതി ആൻഡ് നേച്ചുറോപ്പതി. അത് രണ്ടും ഒരുമിച്ച് ചേർക്കുക. അപ്പൊ നോക്കി, ഇതിന്റെ എല്ലാം ആദ്യത്തെ ലെറ്റേഴ്സ് എടുത്തിട്ടാണ് ആയുഷ് എന്ന് പറഞ്ഞേക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കിയേ. അപ്പൊ ഇവിടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നിങ്ങൾക്ക് ഇതിന് ക്വസ്റ്റ്യൻ ചോദിക്കാം. എങ്ങനെ ചോദിക്കും? ഇൻ ആയുഷ് എ സ്റ്റാൻഡ്സ് ഫോർ ഡാഷ്. കിട്ടിയോ? ക്വസ്റ്റ്യൻ കിട്ടിയോ? ഇൻ ആയുഷ് എ സ്റ്റാൻഡ്സ് ഫോർ ഏതാ? ആയുഷിലെ എന്ന് പറഞ്ഞ ഏതാ? ആയുർവേദ. ഇൻ ആയുഷ് യു സ്റ്റാൻഡ്സ് ഫോർ ആയുഷിലെ യു എന്തിനെ സൂചിപ്പിക്കുന്നു? ഏതാ? യുനാനി. എസ് എന്തിനെ സൂചിപ്പിക്കുന്നു? സിദ്ധ. എച്ച് എന്തിനെ സൂചിപ്പിക്കുന്നു? ഹോമിയോപ്പതി. വയ്യ യോഗ. അപ്പൊ അങ്ങനെയുള്ള വിവിധ ആരോഗ്യ മേഖലകളെ സംയോജിപ്പിച്ചു കൊണ്ടുള്ള ഒരു മന്ത്രാലയമാണ് ആയുഷ് എന്ന് പറഞ്ഞത്. ഇതെന്നാൽ 2014 നവംബർ 9 ഇത് നിലവിൽ വന്നത്. ആയുഷ് നിലവിൽ വന്നത് 2014 നവംബർ 9. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആയുഷിനെ കുറിച്ച് കിട്ടിയോ? അതിൽ നിന്ന് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനും ക്ലിയർ ആയല്ലേ? ആയുഷില് ഓരോ ലെറ്റേഴ്സും എന്തിനെ സൂചിപ്പിക്കുന്നു? അപ്പൊ എന്തിനാ വേണ്ടിയാ? നമ്മൾ ഇംഗ്ലീഷ് മരുന്നുകൾക്കൊക്കെ ആണെങ്കിലും നമ്മൾ കഴിക്കുമ്പോൾ പുതിയ പുതിയ റിസർച്ചുകൾ, പുതിയ മരുന്നുകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ? ഓരോ ദിവസവും നമ്മൾ ഓരോ പുതിയ രോഗങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട്. അതനുസരിച്ചുള്ള മരുന്നുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പൊ നമ്മൾ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ആയുർവേദത്തിലും യോഗയിലും യുനാനിയിലും ഒക്കെ ആ ചികിത്സാ രീതിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഈ മേഖലകളിൽ ധാരാളം റിസർച്ച്, ഡെവലപ്മെന്റ് ഇതൊക്കെ പരിപോഷിക്കുക അല്ലെങ്കിൽ അത് വികസിക്കുന്നതിന് വേണ്ടിയിട്ടാണ് രൂപം കൊണ്ട മന്ത്രാലയമാണത്. അതാണ് അതിന്റെ ലക്ഷ്യം, ആയുഷിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ മേഖലകളിലൊക്കെ ഈ പരമ്പരാഗത ചികിത്സാ സമ്പ്രദായം, ഈ രീതികളിലൊക്കെ നമ്മൾ പുതിയ റിസർച്ചുകള്, പുതിയ ഡെവലപ്മെന്റ്സ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ, പരിപോഷിക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നേക്കുന്നതാണ് ആയുഷ് എന്ന് പറയുന്നത്. ഇത്രയും എക്സാമിന്റെ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് നോട്ട് ചെയ്തെടുക്കുക. ഓരോ ലെറ്റേഴ്സും എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? അത് ഓരോ ലെറ്റേഴ്സും എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളത്? ട്രഡീഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ഡാഷ്. അങ്ങനെ ചോദിക്കാം. ഏതൊക്കെ വരുന്നേ? ട്രഡീഷണൽ സിസ്റ്റം, പോപ്പുലർ നേറ്റീവ് ഹെൽത്ത് കെയർ സിസ്റ്റം, ആയുഷ്, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി, നേച്ചുറോപ്പതി. ഓക്കെ, ഇനി അതിനകത്ത് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ പഠിക്കാണ്ട്. ഒന്നാമത്തെ ആയുഷ് എന്ന് പറഞ്ഞാല് ആയുർവേദത്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. എന്താ പറയുന്നത്? ആയുർവേദ മീനിങ് എക്സാമിന് ചോദിക്കും കേട്ടോ, അണ്ടർലൈൻ ചെയ്തിടാം. ആയുർവേദ, വാട്ട് ഇസ് ദ മീനിങ്? സയൻസ് ഓഫ് ലൈഫ്. എന്താ? ജീവന്റെ ശാസ്ത്രം. അതാണ് ജീവന്റെ ശാസ്ത്രം, സയൻസ് ഓഫ് ലൈഫ്. അതാണ് ആയുർവേദത്തിന്റെ മീനിങ്. സയൻസ് ഓഫ് ലൈഫ്. ബുക്കുള്ളവര് ഒന്ന് എഴുതി വെക്കുക കേട്ടോ. ആയുർവേദ എന്ന് എഴുതിയിട്ട് മീനിങ് സയൻസ് ഓഫ് ലൈഫ്, ജീവന്റെ ശാസ്ത്രം എന്നാണ് ആയുർവേദം പറയുന്നത്. Okay, the system deals with the causes. Causes എന്ന് പറഞ്ഞാൽ എന്താ? കാരണങ്ങള്. The system deals with the causes. Symptoms. Symptoms എന്ന് പറഞ്ഞാൽ ലക്ഷണങ്ങള്, കാരണങ്ങള്, ലക്ഷണങ്ങള്. ഡയഗ്നോസിസ്. ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ എന്താ? രോഗനിർണയം. ഡയഗ്നോസിസ്, രോഗനിർണയം. ആൻഡ് ട്രീറ്റ്മെന്റ്, ചികിത്സ. ഇതെല്ലാം ഉൾപ്പെടുന്നതാണ്. ബേസ്ഡ് ഓൺ ഓൾ ആസ്പെക്ട്സ് ഓഫ് വെൽബീയിങ്. അത് ഫിസിക്കൽ ആയിക്കോട്ടെ, മെന്റൽ ആയിക്കോട്ടെ, സ്പിരിച്വൽ ആയിക്കോട്ടെ, എല്ലാ വശങ്ങളിൽ നിന്നുള്ള മെന്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ ഫിസിക്കൽ, ശാരീരികമായിട്ടുള്ള,
സ്പിരിച്വൽ എന്ന് പറഞ്ഞ എന്താ, ആത്മീയമായിട്ടുള്ള ഒരു മനുഷ്യന്റെ എന്താണ്, അത് മെന്റൽ ആയിക്കോട്ടെ, ഫിസിക്കൽ ആയിക്കോട്ടെ, സ്പിരിച്വൽ ആയിക്കോട്ടെ, ആത്മീയപരമായിട്ടുള്ള എല്ലാ തലങ്ങളിലും എല്ലാ വിധത്തിലുള്ള അയാളുടെ ബോഡിയിലെ കാരണങ്ങള് നോക്കുക. നമ്മളിപ്പോ എല്ലാ വശങ്ങളും നോക്കും അവര്. ഇപ്പൊ നമ്മുടെ ശരീരത്തിന്റെ മാത്രമല്ല നോക്കുള്ളൂ, മെന്റലി സ്പിരിച്വലി ഒക്കെ നോക്കും. അപ്പൊ അങ്ങനെ ഒരു മനുഷ്യന്റെ ബോഡിയിലെ എല്ലാ വശങ്ങളിൽ നിന്നുള്ള കാരണങ്ങള്, രോഗത്തിന്റെ കാരണം, അതിന്റെ സിംറ്റംസ്, രോഗനിർണയ, ട്രീറ്റ്മെന്റ്, ഇതെല്ലാം ഇതിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു ഒരു ബ്രാഞ്ചാണ്, പഠനശാഖയാണ് ആയുർവേദം എന്ന് പറയുന്നത്. നമ്മൾ കുറച്ച് അന്ന് കഴിഞ്ഞ ഇതിൽ നമ്മൾ ആയുർവേദം ഒന്ന് പറഞ്ഞായിരുന്നു അല്ലെ. അതായത് ആയുർവേദം എന്ന് പറഞ്ഞ എന്താ ശരിക്കും, നമ്മുടെ ഭക്ഷണ രീതികള്. ആയുർവേദ മരുന്ന് ഇവിടെ കഴിക്കുന്ന കുട്ടികളുണ്ടെന്ന് പറഞ്ഞല്ലോ അല്ലെ. എന്താ, നമ്മുടെ നമ്മൾ കുറച്ച് മരുന്ന് മാത്രമല്ല, അവിടെ നമ്മുടെ ഫുഡും കൺട്രോൾ ചെയ്യണം. ചില പഥ്യമൊക്കെ ഉണ്ട് അല്ലെ. ചില മരുന്നുകൾ കഴിക്കുമ്പോൾ അതിന് പഥ്യമുണ്ട്, ഇന്ന ഭക്ഷണം കഴിക്കാൻ പാടില്ല. നമ്മുടെ ഭക്ഷണ രീതികള്, അതുപോലെ നമ്മുടെ ജീവിത രീതികള്, നമ്മുടെ ശരീരം പ്രദർശിപ്പിക്കുന്ന ഓരോ ലക്ഷണങ്ങളും നമ്മുടെ പർട്ടിക്കുലർ ആയിട്ട് നമ്മുടെ രോഗാവസ്ഥ മാത്രമല്ല, നമ്മുടെ ശരീരം കാണിക്കുന്ന എല്ലാ ലക്ഷണങ്ങളും ഉണ്ടാകും. അതെല്ലാം നമ്മളോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മുടെ നമ്മൾ ആയുർവേദ സിദ്ധാന്തം അനുസരിച്ച് നമ്മൾ അവിടെ പറഞ്ഞതാണ് സെക്കൻഡ് ചാപ്റ്ററിൽ, ഒരു മനുഷ്യന്റെ ശരീരത്തിന് 3 ദോഷങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? വാത, പിത്ത, കഫ അല്ലെ, 3 ദോഷങ്ങൾ. അപ്പൊ ഇതെല്ലാം നമ്മുടെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങളും എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഈ 3 ദോഷങ്ങള്, അതില് ഏത് ദോഷമാണ് കോപിച്ചത്, അല്ലെങ്കിൽ ഏതാണോ കൂടുതല്, അല്ലെങ്കിൽ ഏതാണോ കുറവ്, അത് മനസ്സിലാക്കിയിട്ട് അതിനെ എന്ത് ചെയ്യുന്നു, അതിന്റെ അവസ്ഥ ഇക്വിലിബ്രിയം ആക്കും. അതായത് അതിന്റെ അവസ്ഥ നേരെയാക്കും, അല്ലെങ്കിൽ അതിനെ ബാലൻസ് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ആയുർവേദം എന്ന് പറയുന്നത്. ആയുർവേദ സിദ്ധാന്തം അനുസരിച്ച് മനുഷ്യന്റെ ശരീരത്തിൽ 3 ദോഷങ്ങളുണ്ട്: വാത, പിത്ത, കഫ. അപ്പൊ അതിന്റെ ഏത് ദോഷങ്ങളാണ് കോപിച്ചത്, അതിന് ഏതാണ് കൂടുതൽ, ഏതാണ് കുറവെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ചികിത്സയാണ് ആയുർവേദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഒരു പരമ്പരാഗതമായിട്ടുള്ള ചികിത്സാ സമ്പ്രദായമാണ് ആയുർവേദം. ഇന്ത്യയുടെ ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു ചികിത്സാ സമ്പ്രദായമാണ് ആയുർവേദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? അത് എന്താണ് മീനിങ്? സയൻസ് ഓഫ് ലൈഫ്. ആയുർവേദത്തിന്റെ മീനിങ് എന്താ? സയൻസ് ഓഫ് ലൈഫ്. സിസ്റ്റം ഡീൽസ് വിത്ത് എല്ലാ കോസസ്, സിംറ്റംസ്, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ബേസ്ഡ് ഓൾ ആസ്പെക്ട്സ് ഓഫ് വെൽബീയിങ്. രണ്ടാം നമ്മുടെ ബോഡിയില് അല്ലെ, എല്ലാ തലത്തിലും നമ്മുടെ മെന്റലി, ഫിസിക്കലി, സ്പിരിച്വലി അല്ലെ, മെന്റൽ ആയിട്ടുള്ള, ശാരീരികമായിട്ടുള്ള, സ്പിരിച്വൽ ആത്മീയമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് അതിന്റെ രോഗത്തിന്റെ കാരണം, സിംറ്റംസ്, ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ഇതെല്ലാം ചെയ്യുന്ന ഒരു പഠനശാഖയാണ് ആയുർവേദം എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആയുർവേദ സിദ്ധാന്തം അനുസരിച്ച് 3 ദോഷങ്ങളും വാത, പിത്ത, കഫ. ഇതിൽ ഏതിലാണ് ഏറ്റക്കുറച്ചിൽ വന്നേക്കുന്നത്, ഫ്ലക്ച്വേഷൻസ് വന്നേക്കുന്നത്, അതിനെ ബാലൻസ് ചെയ്യും. അതാണ്. അപ്പൊ അതിന് കൊടുക്കുന്ന മരുന്നുകൾ എങ്ങനെയാ? പച്ചമരുന്നുകളാണ് അല്ലെ. കഷായമായിട്ടോ അല്ലെങ്കിൽ കുളികയൊക്കെ ആയിട്ടോ മരുന്നുകളാണ് സാധാരണ പച്ചമരുന്നുകളാണ് കൊടുക്കുന്നത്. അത് നമ്മള് അതിന് വേറെ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ല അല്ലെ, വേറെ കുഴപ്പമൊന്നുമില്ല, പച്ചമരുന്നല്ലേ. അതുകൊണ്ട് വേറെ ദൂഷ്യങ്ങളൊന്നുമില്ല, നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് ദൂഷ്യങ്ങളൊന്നുമില്ല. ഓക്കെ, അതാണ് ആയുർവേദം. രണ്ടാമത്തെയാണ് യോഗ എന്ന് പറയുന്നത്. Yoga is both a science and an art to promote healthy living physically, mentally, morally and spiritually. നോക്കിയാ എന്തൊക്കെയാ? യോഗ ഈസ് ബോത്ത് സയൻസ് ആൻഡ് ആർട്ട്. ഇതൊരു ആർട്ടാണ്, സയൻസ് ആൻഡ് ആർട്ട്, ഒരു കലയാണ്. അതായത് ദാറ്റ് പ്രൊമോട്ട്, എന്താ പ്രൊമോട്ട് ചെയ്യുന്നത്? ഹെൽത്തി ലിവിങ്, ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം പ്രോത്സാഹിപ്പിക്കുകയാണ്. അതെങ്ങനെയാ നോക്കിയേ? ഫിസിക്കലി, എങ്ങനെയാ? ശാരീരികവും, ശാരീരികവും, മെന്റലി, മാനസികവും,
മെന്റലി എന്ന് പറഞ്ഞാൽ മാനസികവും, മോറലി എന്ന് പറഞ്ഞാൽ ധാർമ്മികവും ആൻഡ് സ്പിരിച്വലി ആത്മീയവും. ഓക്കെ, എന്തൊക്കെയാണ്? ഫിസിക്കലി, മെന്റലി, മോറലി ആൻഡ് സ്പിരിച്വലി. ഫിസിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാരീരികവും, മെന്റലി മാനസികവും, മോറലി ധാർമ്മികവും, സ്പിരിച്വലി എന്ന് പറഞ്ഞാൽ ആത്മീയവും. അപ്പൊ 4 കാര്യങ്ങൾ അവിടെ പറഞ്ഞേക്കണേ. അപ്പൊ അങ്ങനെയുള്ളതാ മെന്റലി, ഫിസിക്കലി, മോറലി, സ്പിരിച്വലി, അങ്ങനെ ആത്മീയമായിട്ടുള്ള ആരോഗ്യകരമായിട്ടുള്ള ജീവിതത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സയൻസ് ആൻഡ് ആർട്ട്, ശാസ്ത്രവും കലയുമാണ് യോഗ എന്ന് പറയുന്നത്. യോഗ ചെയ്യുന്നവരുണ്ടോ നമ്മുടെ കൂട്ടത്തില്? യോഗ ചെയ്യുന്നവരുണ്ടോ? എന്താ ചെയ്യുന്നേ? യോഗ ആരുമില്ലേ യോഗ ചെയ്യുന്നവര്? ഇതിന്റെ മീനിങ് മനസ്സിലായോ നിങ്ങക്ക്? യോഗ എന്താന്നുള്ളത്? യോഗ എന്താ? ശാരീരികവും മനസ്സിലായില്ല? യോഗ മനസ്സിലായില്ല? ഒന്ന് നോക്കിയേ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മുടെ ശാരീരികവും, നിങ്ങൾക്ക് മീനിങ് അറിയില്ലെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തെടുത്തോ കേട്ടോ. ഫിസിക്കലി എന്ന് പറഞ്ഞാൽ ശാരീരികവും, മെന്റലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാനസികവും, മോറലി എന്ന് പറഞ്ഞാൽ ധാർമ്മികവും, സ്പിരിച്വലി എന്ന് പറഞ്ഞാൽ ആത്മീയവും. 4 കാര്യങ്ങൾ കിട്ടിയോ? മീനിങ് കിട്ടിയോ അവിടെ ഓരോന്നിന്റെ? എങ്ങനെയാ? ശാരീരികവും, മാനസികവും, ധാർമ്മികവും, ആത്മീയവുമായിട്ടുള്ള ആരോഗ്യകരമായിട്ടുള്ള ജീവിതത്തെ പ്രൊമോട്ട് ഹെൽത്തി ലിവിങ്. അപ്പൊ ഈ എല്ലാ തലത്തിലും, ഇപ്പൊ ശരീരത്തിന്റെ മാത്രല്ല, ശാരീരികമായിട്ടുള്ള മാത്രല്ല, ഇപ്പൊ യോഗ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യല്ലേ യോഗ ചെയ്യുമ്പോഴ്? അല്ലെ, എല്ലാത്തിനെയും നമ്മൾ ക്രമപ്പെടുത്തുക ചെയ്യുന്നേ അല്ലെ? അവർക്ക് കോൺസെൻട്രേറ്റ് പവർ കൂടുതലായിരിക്കും. അവരൊരിതിൽ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇങ്ങനെ ധ്യാനിച്ചിരിക്കുന്ന കണ്ടിട്ടില്ലേ? അപ്പൊ അതെങ്ങനെയാ പറഞ്ഞേക്കുന്നേ അവിടെ? ശാരീരികവും, മാനസികവും, ധാർമ്മികവും, ആത്മീയവുമായിട്ടുള്ള ആരോഗ്യകരമായ ജീവിതത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സയൻസ് ആൻഡ് ആർട്ട്, അതായത് ഒരു ശാസ്ത്രവും കലയുമാണ് യോഗ എന്ന് പറയുന്നത്. അവിടെ എഴുതി വെച്ചേക്കുന്ന മീനിങ് ഒന്ന് മനസ്സിലാക്കി വെക്കുക നിങ്ങൾ. അപ്പൊ എങ്ങനെയാ? വെറുതെ ശരീരത്തിന്റെ മാത്രമല്ല അവര്, അല്ലെങ്കിൽ മെന്റലി മാത്രമല്ല, മോറലി അല്ല, സ്പിരിച്വലി മാത്രമല്ല, എല്ലാത്തിന്റെയും ഉണ്ടോ, എല്ലാ തരത്തിലുള്ളതും ഇങ്ങനെ ശാരീരികവും, മാനസികവും, ധാർമ്മികവും, ആത്മീയമായിട്ടുള്ള ആരോഗ്യകരമായിട്ടുള്ള ജീവിതത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, പ്രൊമോട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ? പ്രോത്സാഹിപ്പിക്കുക. ആരോഗ്യകരമായിട്ടുള്ള ജീവിതത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ശാസ്ത്രവും കലയുമാണ് യോഗ. കിട്ടിയില്ലേ? ക്ലിയർ ആയോ? യോഗ അതാ ഞാൻ ചോദിച്ച, ആരെങ്കിലും യോഗ ചെയ്യണവരുണ്ടോന്ന്. അപ്പൊ അവരുടെ ശരീരത്തിന്റെ ഒരു അവസ്ഥ, ശ്വസനം, ബ്രീത്തൊക്കെ ഇങ്ങനെ ഇച്ചിരി നേരം പിടിച്ചൊക്കെ ഇരിക്കൂലേ അവര് യോഗ ചെയ്യുമ്പോ? ശ്വാസം വിടാതെയൊക്കെ ഇങ്ങനെ ഇരിക്കൂലേ? ശ്വസനം. പിന്നെ അതുപോലെ തന്നെ ധ്യാനിച്ചിരിക്കും അവര്, കോൺസെൻട്രേറ്റ് ചെയ്ത്. നമ്മളെ എന്തെങ്കിലും 1 മിനിറ്റ് ഇരിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റൂല അല്ലെ? ചെയ്യുന്നുണ്ട്, അതെ ഇസ്ര ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താ പറയാ, അപ്പൊ നമ്മളിപ്പോ നമ്മളെ ധ്യാനിച്ച് ഇപ്പൊ ഒന്ന് കുറെ നേരം 10 മിനിറ്റ് ഒക്കെ നമ്മളിങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കും. നിങ്ങൾ അവിടെ ഇരുത്തി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഇരിക്കൂല അല്ലെ? ഒരു വരുത്തോണ്ട് കിടക്കും അല്ലെ? ധ്യാനം. പിന്നെ അതുപോലെ സ്വയം അച്ചടക്കം, നല്ല നിയന്ത്രണം അല്ലേ? അച്ചടക്കം ഇല്ലേ? അച്ചടക്കമായിട്ട് കാല് കെട്ടിയിരുന്ന അവിടെ തന്നെ അച്ചടക്കമായിട്ടിരിക്കും. അപ്പൊ അങ്ങനെ ഉൾപ്പെടുന്ന ഒരു ജീവിത രീതിയാണ് ശരിക്കും യോഗ എന്ന് പറയുന്നത്. ഓക്കെ, ശാരീരികവും, മാനസികവും, ആത്മീയവും ഒക്കെ ആയിട്ടുള്ള ഒരു ക്ഷേമം, ഒരു ഹെൽത്ത്ഫുൾ ലിവിങ് പ്രോത്സാഹിപ്പിക്കുന്നു. ഇപ്പൊ ക്ലിയർ ആയോ യോഗ? ഓക്കെ അല്ലേ? ഇത് സെന്റൻസ് ഒന്ന് ക്ലിയർ ആക്കാം കേട്ടോ. അപ്പൊ അങ്ങനെയുള്ളത്, അതായത് ശരീരം മാത്രമല്ല അവര് നോക്കുള്ളൂ, ഈ മനസ്സിന്റെ മാത്രമല്ല, എല്ലാ ആരോഗ്യകരമായിട്ടുള്ള ജീവിതത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സയൻസ് ആൻഡ് ആർട്ട്, ശാസ്ത്രവും കലയുമാണ് ഇത് യോഗ. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് യുനാനി സിസ്റ്റം ആണ്. യുനാനി സിസ്റ്റം. യുനാനി നോക്കിയേ, അത് ഇതിനകത്ത് പറഞ്ഞേക്കണമെന്ന് നോക്കട്ടെ.
The Unani system of medicine tries in promotion of health, prevention of disease and cure. എന്താ പറഞ്ഞേക്കുന്ന യുനാനി എന്ന് പറഞ്ഞേക്കുന്നത് നമ്മുടെ ആരോഗ്യം പ്രൊമോട്ട് ചെയ്യുക എന്ന് വെച്ചാൽ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള മീനിങ് ആട്ടോ. ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനും പിന്നെ പ്രിവെൻഷൻ ഓഫ് ഡിസീസ്, പ്രിവെന്റ് ചെയ്യുക എന്ന് വെച്ചാൽ തടയുക, രോഗങ്ങള് തടയുന്നതിനും അതുപോലെ ക്യൂർ രോഗം ഭേദമാകുന്ന ചികിത്സിക്കുന്നതിനും ഒക്കെ ശ്രമിക്കുന്ന ഒരു ബ്രാഞ്ചാണ് യുനാനി സിസ്റ്റം എന്ന് പറയുന്നത്. യുനാനി സിസ്റ്റം ഓഫ് മെഡിസിൻ ട്രൈസ് ഇൻ പ്രൊമോഷൻ ഓഫ് ഹെൽത്ത്, പ്രിവെൻഷൻ ഓഫ് ഡിസീസ് ആൻഡ് ക്യൂർ. ഓക്കെ, നമ്മളൊരു ആരോഗ്യം പിന്നെ ഡിസീസ് ഒക്കെ വരാതെ അതിനെ പ്രിവെന്റ് ചെയ്യാൻ തടയാന്, അത് ക്യൂർ ഭേദമാവുക അല്ലെ, രോഗ ചികിത്സ ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മെഡിസിൻ, അതാണ് യുനാനി സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ അവിടെ എഴുതി വെച്ചായിരുന്നല്ലോ യുനാനി അല്ലെ, ഫാദർ ഓഫ് യുനാനി എഴുതിയില്ലേ. ക്യൂർ എന്ന് വെച്ചാൽ സുഖപ്പെടുത്തുക, ഭേദപ്പെടുക, ചികിത്സിക്കുക അതെന്നുള്ള മീനിങ് ആട്ടോ ക്യൂർ, ഭേദമാകുക. യുനാനി നമ്മള് കഴിഞ്ഞ ഇതിനകത്ത് കുറച്ചൊന്ന് നോട്ട് ചെയ്ത് വെച്ചതാണ്, പറഞ്ഞായിരുന്നു ഞാൻ യുനാനി എന്താണ്. യുനാനി എന്ന് പറഞ്ഞാൽ ഗ്രീക്കിൽ നിന്നും വന്ന ഒരു വൈദ്യശാസ്ത്രമാണ് യുനാനി. ഗ്രീക്കിൽ നിന്നും വന്ന ഒരു വൈദ്യശാസ്ത്രമാണ് യുനാനി എന്ന് പറയുന്നത്. ഓക്കെ, ഈ യുനാനി സിസ്റ്റം പറയുന്നത്, യുനാനി ചികിത്സ പറയുന്നത് എന്താണ്? അതായത് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ 4 ദ്രവങ്ങളുണ്ട്, 4 ദ്രവങ്ങളുണ്ട്, 4 കമ്പോണൻസ്, 4 കമ്പോണൻസ് ഉണ്ടെന്നാണ് യുനാനി പറയുന്നത്. മനുഷ്യ ശരീരത്തില് 4 ദ്രവങ്ങൾ ഏതൊക്കെയാ? കഴിഞ്ഞ അന്ന് പറഞ്ഞതാ നമ്മള്. ബ്ലഡ് ഉണ്ട്, ഫിലം എന്ന് പറഞ്ഞ കഫം, PHLGM ഫിലം. ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി എക്സ്ട്രാ നിങ്ങൾ പറഞ്ഞു തന്നു എന്നുള്ളൂ കേട്ടോ. ഇതിനൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻ അധികം ഉണ്ടാവില്ല, എങ്കിലും നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു തന്നതാണ്. ഇനിയാണെങ്കിലും യുനാനിയിൽ കേൾക്കുമ്പോ മനസ്സിലായിട്ടില്ല, അതാ. ഓക്കെ, യുനാനി സിസ്റ്റം അല്ലേ യുനാനി എന്ന് പറയുന്നത്. ഇവിടെ ഒരു സെന്റൻസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അതൊന്ന് നോക്കിയാൽ. ആ സെന്റൻസിൽ എന്താ പറഞ്ഞേക്കുന്നത്? യുനാനി സിസ്റ്റം ഓഫ് മെഡിസിൻ ട്രൈസ് ഇൻ പ്രൊമോഷൻ ഓഫ് ഹെൽത്ത്, പ്രിവെൻഷൻ ഓഫ് ഡിസീസ് ആൻഡ് ക്യൂർ. രോഗശാന്തി, രോഗം മാറുക, ക്യൂർ എന്ന് വെച്ചാൽ ഭേദപ്പെടുക എന്നൊക്കെ ഉള്ളതാണ്. അപ്പൊ യുനാനി സിസ്റ്റം ഓഫ് മെഡിസിൻ എന്തിനു പ്രോത്സാഹിപ്പിക്കുന്നതാണ്? നമ്മുടെ ഹെൽത്ത്, ആരോഗ്യം, പിന്നെ അതുപോലെ തന്നെ ഡിസീസ് വരാതെ പ്രിവെന്റ് ചെയ്യാന്ന് വെച്ചാൽ തടയുക, പ്രിവെൻഷൻ ഓഫ് ഡിസീസ് തടയുക, പിന്നെ രോഗശാന്തി. നമ്മുടെ ആരോഗ്യം, ഡിസീസിനെ തടയുക, നമുക്ക് രോഗശാന്തി വരിക, ഭേദപ്പെടുക, ഇതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മെഡിസിൻ ആണ്. അത്രയും കിട്ടിയോ? 4 കമ്പോണൻസ് പറയാം. ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മെഡിസിൻ ആണ് യുനാനി സിസ്റ്റം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി അത് കൂടാതെ ഞാൻ 1-2 സെന്റൻസ് പറഞ്ഞതാണ്. യുനാനി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഗ്രീക്കിൽ നിന്നും വന്ന ഒരു വൈദ്യശാസ്ത്രമാണ്. അതൊന്ന് നോട്ട് ചെയ്യാം. ഗ്രീക്കിൽ നിന്നും വന്ന ഒരു വൈദ്യശാസ്ത്രമാണ് യുനാനി. ഗ്രീക്കിൽ നിന്നും വന്ന ഒരു വൈദ്യശാസ്ത്രമാണ് യുനാനി. ഈ യുനാനി പറയുന്നത് നമ്മുടെ ശരീരത്തിൽ 4 കമ്പോണൻസ് ഉണ്ട്, 4 കമ്പോണൻസ് ഉണ്ട് ഹ്യൂമൻ ബോഡിയിൽ. ഏതൊക്കെയാ? ബ്ലഡ് ഉണ്ട്, BLOOD, ബ്ലഡ്, രക്തം. ഫിലം, PHELGM, കഫം. ഫിലം എന്ന് പറയുന്നത് PHELGM. ദെൻ ബൈല്, BILE, ബൈല്, പിത്തം, പിത്തം. ദെൻ ബ്ലാക്ക് ബൈല്, കറുത്ത പിത്തം, ബ്ലാക്ക് ബൈല്, BILE. കിട്ടിയോ? ബ്ലഡ്, ഫിലം, ബൈല്, ബ്ലാക്ക് ബൈൽ. അങ്ങനെ 4 കമ്പോണൻസ് ഉണ്ടെന്നാണ് യുനാനി പറയുന്നത്. അപ്പോ ഇതിന്റെ അളവിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വഭാവത്തിലോ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുകയാണെങ്കിൽ അപ്പൊ അതാണ് രോഗം. മനസ്സിലായോ? അപ്പൊ ഇതിപ്പോ ബ്ലഡിന്റെ അളവ് കൂടി, അല്ലെങ്കിൽ നമ്മുടെ കഫത്തിന്റെ അളവ് കൂടി, അല്ലെങ്കിൽ കഫത്തിന്റെ അളവ് കുറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഇതിൽ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻസ് വരികയാണെങ്കിൽ അപ്പൊ അതിൽ എന്തെങ്കിലും അളവിലോ സ്വഭാവത്തിലോ എന്തെങ്കിലും
4 എണ്ണം ഒന്നുകൂടി പറയാമോ? ഓക്കെ, 4 എന്ന് പറഞ്ഞ ബ്ലഡ്, രക്തം, ബ്ലഡ് അറിയില്ലേ? BLOD. രണ്ടാമത്തെയാണ് ഫിലം എന്ന് പറയുന്നത്, PHELGM, ഫിലം, PHELGM, കഫം. അടുത്ത ബൈല്, BILE, ബൈല്, BILE, ബൈല്. പിന്നെ അടുത്താണ് ബ്ലാക്ക് ബൈല്, BLACK, ബ്ലാക്ക് ബൈല്. ആ 4 കമ്പോണൻസ് ഉണ്ടെന്നാണ് യുനാനി പറയുന്നത്. അപ്പൊ അതില് എന്തെങ്കിലും ഇതിന്റെ അളവില് ഇപ്പൊ ഏതെങ്കിലും ഒരെണ്ണം കൂടുകയോ കുറയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ ഏറ്റക്കുറച്ചിലാണ് രോഗം ഉണ്ടായത്. അപ്പൊ അവർ ആദ്യം എന്ത് ചെയ്യും? രോഗം എങ്ങനെയാ ഉണ്ടായി എന്ന് കണ്ടുപിടിക്കും. ഏതാണ് കൂടിയത് അല്ലെങ്കിൽ ഏതാ കുറഞ്ഞത്, ഈ 4 കമ്പോണൻസിൽ ഏതാ കൂടിയത് കുറഞ്ഞത് എന്നിങ്ങനെ എന്താ പറയാ, അത് ഏതാണോ എങ്ങനെയാണ് അത് ആ ഏതിന്റെ അളവിലാണ് കൂടുതൽ കുറവെന്നല്ല കണ്ടുപിടിച്ചിട്ട് അതിന് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കും. അതാണ് ആ 4 സംഗതികളെയും ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതിനു വേണ്ടി ചികിത്സിക്കുന്ന ഒരു വൈദ്യശാസ്ത്രമാണ് യുനാനി എന്ന് പറയുന്നത്. ഓക്കെ, കിട്ടിയില്ലേ? 4 കമ്പോണൻസ്, അതിൽ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ വരികയാണ്, അതിന്റെ അളവിലോ സ്വഭാവത്തിലോ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാക്കുകയാണ്. അപ്പൊ അത് ആദ്യം എങ്ങനെയാ അത് ഉണ്ടായെന്ന് മനസ്സിലാക്കും. എങ്ങനെയാണ് ഏതാ കൂടിയത് കുറഞ്ഞത് മനസ്സിലാക്കിയിട്ട് അതിന് ബാലൻസ് ചെയ്യും. ബ്ലഡിന്റെ അളവ് കുറവാണെന്ന് മനസ്സിലാക്കി അല്ലെ, എന്നിട്ട് എന്ത് ചെയ്യും? ബ്ലഡിന്റെ അളവ് ബാലൻസ് ചെയ്യും, നോർമൽ ആക്കി നിർത്താനുള്ള അതിനു വേണ്ടി ചികിത്സിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് യുനാനി. ഓക്കെ, അപ്പൊ ഗ്രീക്കിൽ നിന്ന് വന്ന ഒരു വൈദ്യശാസ്ത്രമാണ് യുനാനി. ഇനി അടുത്തത് നോട്ടൊന്നും വേണ്ട, ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി, നിങ്ങളുടെ മെമ്മറിയിൽ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാം. അടുത്ത നോക്കിയേ, സിദ്ധ സിസ്റ്റം. അടുത്തതാണ് സിദ്ധ ചികിത്സ. ആരെങ്കിലും സിദ്ധവൈദ്യം ചെയ്യുന്നവരുണ്ടോ? സിദ്ധ ഇല്ല. സിദ്ധ എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും ഒരു തമിഴ്നാട്ടിൽ നിന്നാണ് ഇതിന്റെ ഒറിജിൻ. തമിഴ് കൾച്ചറിൽ നിന്ന് ഡിറൈവ് ചെയ്ത ഒന്നാണ് സിദ്ധ സിസ്റ്റം. തമിഴ് കൾച്ചറിൽ നിന്ന് ഡിറൈവ് ചെയ്ത ഒന്നാണ് സിദ്ധ സിസ്റ്റം പറയുന്നത്. ഓക്കെ, തമിഴ് കൾച്ചറിൽ നിന്ന് ഡിറൈവ് ചെയ്താണ് സിദ്ധ സിസ്റ്റം. ഇവിടെ നോക്കിയേ, ആ ടെക്സ്റ്റില് നമ്മുടെ നോട്ടില് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒന്ന് നോക്കിയേ. The Siddha system attempts to define disease as the condition in which the normal equilibrium of the 5 elements in human being is that result in different forms of discomfort. എന്താ പറഞ്ഞേക്കുന്നത്? അതായത് ഈ സിദ്ധ സിസ്റ്റം പറയുന്നത് നമ്മുടെ ശരീരത്തില് 5 എലമെന്റ്സ് ഉണ്ട്. 5 എലമെന്റ്സ്, അത് നിങ്ങൾ പഞ്ചഭൂതങ്ങൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? 5 എലമെന്റ്സ്, പഞ്ചഭൂതങ്ങൾ, അതായത് ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, പഞ്ചഭൂതങ്ങൾ. അതാണ് 5 എലമെന്റ്സ് ഉണ്ട് എന്നാ പറയുന്നത്. ഹ്യൂമൻ ബോഡിയില് 5 എലമെന്റ്സ് ഉണ്ട്. ഏതൊക്കെയാ? സ്പേസ്, എയർ, എർത്ത്, വാട്ടർ, സൺ. അതായത് അത് കേട്ടിട്ടില്ലേ നിങ്ങള്? ഭൂമി, വായു, ജലം, അഗ്നി, ആകാശം, 5 മഹാഭൂതങ്ങൾ, പഞ്ചമഹാഭൂതങ്ങള്. അതായത് 5 എലമെന്റ്സ് ഉണ്ട്. അത്രയും മനസ്സിലാക്കി വയ്ക്കാം. സിദ്ധ സിസ്റ്റം എന്താ പറഞ്ഞേക്കുന്നത്? നമ്മുടെ ബോഡിയില് 5 എലമെന്റ്സ് ഉണ്ട്. അത് പല രീതിയിലാണ് നിൽക്കുന്നത്. അത് അങ്ങനെ ഇപ്പൊ നമ്മുടെ ആകാശം ആയിട്ട് അങ്ങനെ നിൽക്കാൻ പറ്റുമോ? അങ്ങനെ അതായത് സിദ്ധ സിസ്റ്റത്തിൽ പറയുന്നത് നമ്മുടെ ബോഡിയിൽ 5 എലമെന്റ്സ് ഉണ്ട്. 5 എലമെന്റ്സ് ഉണ്ട്. അത് പല കാര്യങ്ങളായിട്ട് അല്ലെങ്കിൽ പല രീതിയിൽ, ഇപ്പൊ വാത, പിത്ത, കഫ എന്നൊക്കെ പറയില്ലേ, അതുപോലെ പല രീതിയിലാണ്, പല കാര്യങ്ങളായിട്ടാണ് ഉള്ളത്. നേരെ ആ 5 എലമെന്റ്സ് ഇരിക്കുകയല്ല, അത് പല ഫോമിലാണ്, പല കാര്യങ്ങളിലായിട്ടാണ് അത് ആയിരിക്കുന്നത്. അപ്പൊ അതാണ് ശരിക്കും നമുക്ക് രോഗം ഉണ്ടാക്കുന്നത് എന്നാണ് സിദ്ധ സിസ്റ്റം പറയുന്നത്. അപ്പൊ 5 എലമെന്റ്സ് ആണ്, അത് പല രീതിയിലാണ് അവിടെ ഇരിക്കുന്നത്. നമ്മുടെ ബോഡിയില് 5 എലമെന്റ്സ് ഉണ്ട്. നോർമൽ ഇക്വിലിബ്രിയം ഓഫ് ദ 5 എലമെന്റ്സ് കണ്ടോ? 5 എലമെന്റ്സ് ഉണ്ട്. അത് ഇരിക്കുന്നത് പക്ഷെ എങ്ങനെയാ? പല രീതിയിലാണ്, പല കാര്യങ്ങളായിട്ടാണ് അടങ്ങിയിരിക്കുന്നത്. അതാണ് നമുക്ക് രോഗം ഉണ്ടാകുന്നത്. ഡിഫറെന്റ് ഫോംസ് ഓഫ് ഡിസ്കംഫേർട്ട്. ഡിസ്കംഫേർട്ട് എന്ന് വെച്ചാൽ അസ്വസ്ഥത അല്ലെ? നമുക്കൊരു അസ്വസ്ഥത അല്ലെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള അസ്വസ്ഥതകള് അല്ലെങ്കിൽ പലതരത്തിലുള്ള രോഗങ്ങള് അത് മൂലമാണ് ഉണ്ടാക്കുന്നത്.
പറയുന്നത് എന്നാണ് സിദ്ധ സിസ്റ്റം പറയുന്നത്. അത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന 5 എലമെന്റ്സ് ഒന്ന് പറയാമോ? 5 എലമെന്റ്സ് എന്ന് പറയുന്നത് സ്പേസ് ഉണ്ട് ഒരെണ്ണം, ആകാശം, സ്പേസ്, അതൊന്നും നോട്ട് ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. ആകാശം, എയർ ഉണ്ട്, വായു, എർത്ത് ഭൂമി, വാട്ടർ ജലം, സൺ അഗ്നി. സ്പേസ്, എയർ, എർത്ത്, വാട്ടർ, സൺ. സണ്ണുള്ളത് ഫയറിനായാലും കുഴപ്പമില്ല കേട്ടോ, തീ, അതായത് അഗ്നി, ഫയർ. അപ്പൊ അങ്ങനെ 5 എലമെന്റ്സ് ഉണ്ട് നമ്മുടെ ബോഡിയില്. അപ്പൊ അത് അങ്ങനെ തന്നെയല്ല ഇരിക്കുന്നത്, അത് പല രീതിയിലായിട്ടാണ്. ഇപ്പൊ വാത പിത്ത കഫ എന്നൊക്കെ പറഞ്ഞില്ല, അതുപോലെ അങ്ങനെയാണ് ഇരിക്കുന്നത്. അത് പല കാര്യങ്ങളായിട്ടാണ് അടങ്ങിയിരിക്കുന്നത്. അതാണ് ശരിക്കും നമുക്ക് രോഗം ഉണ്ടാക്കുന്നത് എന്നാണ് സിദ്ധ സിസ്റ്റം പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഒരു കാര്യം, ഈ സിദ്ധ സിസ്റ്റത്തിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരമാണ് നമുക്ക് നമ്മളെ ഹെൽത്തി ആക്കുന്നതും അൺഹെൽത്തി ആക്കുന്നതും, അല്ലെ? നമ്മൾ കഴിക്കുന്ന ആഹാരം അപ്പൊ നമ്മളെ ഹെൽത്തി ആക്കാനും അൺഹെൽത്തി ആക്കുന്നതും എന്തിനെ ഡിപ്പെൻഡ് ചെയ്താ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ചല്ലേ. നല്ല വൈറ്റമിനും ഇതൊക്കെ ഉള്ള ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഹെൽത്തി ആവും, അല്ലെ? ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഇതൊക്കെ കഴിച്ച് നല്ല ഹെൽത്തി ആയിരിക്കും. ഇനി നമ്മൾ അതുപോലെ നമ്മുടെ ആ ഒരു പ്രോട്ടീൻ, വൈറ്റമിനൊക്കെ കുറവുള്ള ഭക്ഷണമാണെങ്കിൽ നമ്മൾ അൺഹെൽത്തി ആക്കും. ഇവിടെ ഈ സിദ്ധയിൽ പറയുന്ന ഒരു കാര്യം കൂടി എന്താ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മളെ ഹെൽത്തി ആക്കുന്നതും അൺഹെൽത്തി ആക്കുന്നതും, അല്ലെ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ്. അപ്പൊ ഫുഡ് എന്ന് പറയുന്നതാണ് ശരിക്കും അവിടെ മെഡിസിൻ പോലെയാണ് നമ്മൾ കഴിക്കേണ്ടത്. ഫുഡ് എന്ന് പറയുന്നത് മെഡിസിൻ പോലെയാണ് കഴിക്കുന്നത്, നമ്മൾ ഈറ്റ് ചെയ്യേണ്ടത്. അത് നമ്മൾ കൂടാനോ പാടില്ല, കുറയാനോ പാടില്ല, അല്ലെ? അതിന്റെ അളവ് കൂടുകയോ കുറയോ ഒന്നും ചെയ്യാൻ പാടില്ല, എന്താ പറയുന്നത്. അതായത് ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താ? ഫുഡ് ഈസ് മെഡിസിൻ ആൻഡ് മെഡിസിൻ ഈസ് ഫുഡ്. അതാണ് പറയുന്നത്. ഫുഡ് ഈസ് മെഡിസിൻ ആൻഡ് മെഡിസിൻ ഈസ് ഫുഡ്. അതും കൂടി ഇതിന്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് സിദ്ധാന്തത്തിന്റെ കൂട്ടത്തിൽ ഒന്ന് ഇതാക്കാം. നമ്മൾ കഴിക്കുന്ന ആഹാരമാണ് നമ്മളെ ഹെൽത്തി ആക്കുന്നതും അൺഹെൽത്തി ആക്കുന്നതും. ഓക്കെ, അപ്പൊ നമ്മൾ കഴിക്കുന്ന ഫുഡ് ആണ് ശരിക്കും മെഡിസിൻ എന്ന് പറയുന്നത്. അതിനകത്ത് അത് മെഡിസിൻ പോലെയാണ് നമ്മൾ ഫുഡ് കഴിക്കേണ്ടത്. അതിന്റെ അളവ് കൂടാനോ കുറയാനോ പാടില്ല. അപ്പൊ ഈ സിദ്ധ സിസ്റ്റത്തിന്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഫുഡ് ഈസ് മെഡിസിൻ ആൻഡ് മെഡിസിൻ ഈസ് ഫുഡ്. ഈസ് മെഡിസിൻ ആൻഡ് മെഡിസിൻ ഈസ് ഫുഡ്. ഓക്കെ, ഈസ് മെഡിസിൻ ആൻഡ് മെഡിസിൻ ഈസ് ഫുഡ്. പിന്നെ അതിനകത്ത് വരുന്നത് നേച്ചർ ഓഫ് ബോഡി ഉണ്ട്. നെക്സ്റ്റ് നോക്കിയേ. അപ്പൊ 5 എലമെന്റ്സ് അത് പല രീതിയിലാണ് ഇരിക്കുന്നത്. അതാണ് നമുക്ക് രോഗം ഉണ്ടാക്കുന്നത് എന്നാണ് സിദ്ധ സിസ്റ്റം പറയുന്നത്. ക്ലിയർ ആയോ സിദ്ധ? ഓക്കെ, ക്ലിയർ ആണോ? ഇനി ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. നിങ്ങളുടെ ടെക്സ്റ്റിന്റെ ഉള്ളതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കുള്ളൂ. നമ്മുടെ ടെക്സ്റ്റിലില്ലേ, അത് ആ പോയിന്റ്സുകൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാം. എക്സ്ട്രാ ബുക്ക് ഇനിയാണെങ്കിലും നിങ്ങൾക്ക് പഠിക്കുമ്പോൾ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു തരുന്ന എക്സ്ട്രാ കാര്യങ്ങളാണ് കേട്ടോ. ഇനി അടുത്ത നേച്ചർ ഓഫ് ബോഡിയാണ്. നേച്ചർ ഓഫ് ബോഡി believes that all disease arise owing to accumulation of morbid. മോർബിഡ് എന്ന് പറഞ്ഞാൽ വിഷപദാർത്ഥം. മോർബിഡ് വിഷപദാർത്ഥങ്ങൾ. മീനിങ് എഴുതി വെച്ചവിടെ മോർബിഡ്. മോർബിഡ് 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 വിഷപദാർത്ഥങ്ങൾ എഴുതി വെച്ചോ. മോർബിഡ് എന്താന്നുള്ളത്. അപ്പൊ നേച്ചർ ഓഫ് ബോഡി എന്താ പറയുന്നത്? believes that all disease arise owing to accumulation of morbid matter in the body, and if scope is given for its removal, it provides cure or relief. എന്താ പറഞ്ഞേക്കുന്നത്? എല്ലാ രോഗങ്ങളും എങ്ങനെ ഉണ്ടാകുന്നേ? നേച്ചർ ഓഫ് ബോഡി എന്താ പറഞ്ഞേക്കുന്നേ? എല്ലാ രോഗങ്ങളും എങ്ങനെ ഉണ്ടാകുന്നേ? ഓഡിങ് ടു അക്യുമുലേഷൻ. അക്യുമുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? അക്യുമുലേറ്റ് ചെയ്യുക, അടിഞ്ഞുകൂടുക. അടിഞ്ഞുകൂടുക.
Naturopathy believes that all disease arise owing to accumulation. എങ്ങനെയാ? accumulation of morbid matters. നമ്മുടെ എല്ലാ രോഗങ്ങളും എങ്ങനെയാ ഉണ്ടാകുന്നത്? ശരീരത്തില് അടിഞ്ഞു കൂടുന്ന വിഷപദാർത്ഥങ്ങൾ മൂലമാണ് ഉണ്ടാകുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ അത് ചെയ്യണം. ആൻഡ് ഇഫ് ദ സ്കോപ്പ് ഈസ് ഗിവൺ ഓഫ് ഇറ്റ്സ് റിമൂവൽ, എന്ത് ചെയ്യണം? അത് നീക്കം ചെയ്യാനുള്ള സാധ്യതകൾ നൽകിയാണ് നമുക്ക് രോഗം എന്ത് ചെയ്യുന്നു? രോഗശമനമോ അല്ലെങ്കിൽ ആശ്വാസമോ ലഭിക്കും എന്നാണ് നേച്ചുറോപ്പതി പറയുന്നത്. മനസ്സിലായോ? നേച്ചുറോപ്പതി എന്താ? എങ്ങനെയാ നേച്ചുറോപ്പതി പറയുന്നത്? രോഗങ്ങൾ ഉണ്ടാവുന്നത് എങ്ങനെയാ? അക്യുമുലേഷൻ ഓഫ് മോർബിഡ് മാറ്റേഴ്സ് ഇൻ ദ ബോഡി. എല്ലാ രോഗങ്ങളും ശരീരത്തില് അടിഞ്ഞു കൂടുന്ന വിഷപദാർത്ഥങ്ങൾ മൂലമാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മള് അത് നീക്കം ചെയ്യാനുള്ള സാധ്യതകൾ നൽകിയാല് അത് എന്തിന് കാരണമാകും? ടു പ്രൊവൈഡ് ക്യൂർ ഓർ റിലീഫ്. അത് ശമനമോ രോഗം മാറുന്നതിനോ അല്ലെങ്കിൽ ഒരു ആശ്വാസം, റിലീഫ് എന്ന് പറഞ്ഞ ആശ്വാസം അല്ലെ, ക്യൂർ എന്ന് കഴിഞ്ഞാൽ ഏതോ രോഗശാന്തി, രോഗശാന്തി വരുന്നതിനോ അല്ലെങ്കിൽ ആശ്വാസം ഉണ്ടാകുന്നതിനോ കാരണമാകുന്നു എന്നാണ് വിശ്വസിക്കുന്നത് നേച്ചുറോപ്പതി പറയുന്നത്. അല്ലെ? പ്രകൃതി ചികിത്സകളും ഒക്കെ കേട്ടിട്ടില്ലേ നിങ്ങള്? നേച്ചുറോപ്പതി വെള്ളം, സൂര്യൻ, ചെടി ഇങ്ങനെ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പ്രകൃതിദത്തമായിട്ടുള്ള ഘടകങ്ങൾ ഉപയോഗിച്ച് കൊണ്ട് തന്നെ ആ ട്രീറ്റ്മെന്റ് ചെയ്ത് അസുഖം മാറ്റുന്നു. അങ്ങനെ ബേസ് ചെയ്തിട്ടുള്ള ആരോഗ്യത്തോടു കൂടിയുള്ള ഒരു സമീപനമാണ് ഈ നേച്ചുറോപ്പതി എന്ന് പറയുന്നത്. അടുത്തത് വന്നു ഹോമിയോപ്പതി. അതവിടെ നേച്ചുറോപ്പതിയുടെ ആ ഒരു ഇതായിട്ടാണ് അവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. നേച്ചുറോപ്പതി അതിന്റെ ഏകദേശം ഓരോ ഇതാണ് വരുന്നത്. ഇനി ഹോമിയോപ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹോമിയോപ്പതി ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം കേട്ടോ. അതായത് നമ്മൾ ഹോമിയോപ്പതിയുടെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ലൈക്ക് ക്യൂർ ലൈഫ്സ് ആണ് പറയുന്നത്. അതായത് എന്ത് കാരണം കൊണ്ടാണോ നമുക്ക് രോഗം ഉണ്ടാകുന്നത് ആ കാരണം കൊണ്ട് തന്നെ നമ്മൾ അസുഖം അതിനെ മാറ്റാൻ ശ്രമിക്കുകയാണ്. അതാണ് ഹോമിയോപ്പതിയുടെ സമവാക്യം അല്ലെങ്കിൽ ഇത് പറയുന്നത് എന്താ? ലൈക്ക് ക്യൂർ ലൈക്ക്, LIKE, ലൈക്ക് ക്യൂർ, CURES, ക്യൂർസ് ലൈക്ക്. എന്ത് കാരണം കൊണ്ടാണോ നമുക്ക് അസുഖം ഉണ്ടാകുന്നത് ആ കാരണം കൊണ്ട് തന്നെയാണ് അത് തന്നെ നമ്മൾ അസുഖം നീക്കം ചെയ്യാം. അതുകൊണ്ട് തന്നെ നമുക്ക് അസുഖം മാറ്റാനും പറ്റും. അതാ പറഞ്ഞേ. ഓക്കെ, ഹോമിയോപ്പതി കഴിക്കുന്നവരുണ്ടോ? ഹോമിയോപ്പതി കഴിക്കുന്നവരുണ്ടോ? ഹോമിയോ മരുന്നുകളാ? യെസ്, അവരിലേക്ക് കഴിക്കുന്നുണ്ട്. അപ്പൊ അത് ജസ്റ്റ് ഒരു പ്രിൻസിപ്പിൾ ആണ് കേട്ടോ ഞാൻ പറഞ്ഞത്. എന്ത് കാരണം കൊണ്ടാണ് നമുക്ക് അസുഖം ഉണ്ടാകുന്നത് ആ കാരണം കൊണ്ട് തന്നെ നമ്മൾ അസുഖത്തെ നീക്കം ചെയ്യാനും സാധിക്കും. എന്നാണ് ഹോമിയോപ്പതി പറയുന്നത്. അതാ ഒരുമിച്ചാണ് നേച്ചുറോപ്പതി എന്ന് ഉള്ളത് പറഞ്ഞിട്ടുള്ളൂ. ഹോമിയോപ്പതി ഇതാണ് സിസ്റ്റം ഓഫ് ഓൾട്ടർനേറ്റീവ് മെഡിസിൻ ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ലൈക്ക് ക്യൂർ ലൈക്ക്. അത്രയൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഇതിനകത്ത് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളത് തന്നെയാണ് നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് ഇതിൽ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓരോന്ന് എന്താണെന്നുള്ളത് എക്സ്ട്രാ പറഞ്ഞത് നിങ്ങളുടെ മനസ്സിൽ കിടക്കും. ഓക്കെ, ഹോമിയോപ്പതി ആണോ? ഹോമിയോപ്പതി ഈസ് എ സിസ്റ്റം ഓഫ്, വേണോ? ഇതിന്റെയും കൂടി വേണോ? Homeopathy is a system of alternative medicine, based on the principle of like, LIKE, like cure, CURES, cure like, LIKE. അത് അപ്പോസ്ട്രോഫി ഇട്ട് വെച്ചോ കേട്ടോ. ലൈക്ക് ക്യൂർസ് ലൈക്ക്. Usually highly diluted substance to stimulate, STIMULATS, stimulates the body's natural healing
പ്രോസസ്. ഹീലിംഗ് പ്രോസസ് അത് അടുത്ത ക്ലാസ്സിൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം കേട്ടോ. ഹോമിയോപ്പതിയുടെ ഓക്കെ ഡെഫിനിഷനും ഇതും ടൈം കഴിഞ്ഞല്ലോ. ഓക്കെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് കയറാനുണ്ട്. അതുകൊണ്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഹോമിയോപ്പതി ഒന്നുകൂടി പറഞ്ഞു തരാം. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിനകത്തുള്ള ഈ വരെ നേച്ചുറോപ്പതി വരെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ആയുർവേദ, നോക്ക, യുനാനി, സിദ്ധ, നേച്ചുറോപ്പതി. നമ്മൾ ഈ നിങ്ങളുടെ ഈ ടെക്സ്റ്റിലുള്ള പോയിന്റുകൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഒന്ന് എന്താ സംഭവം എന്നുള്ളത് അറിയാൻ വേണ്ടി എക്സ്ട്രാ പറഞ്ഞു എന്നുള്ളൂ. ഇനിയിപ്പോ അതൊന്നും ആരും വിഷമിക്കേണ്ട, അല്ലെങ്കിൽ അതിന് അധികം നിങ്ങൾ ഇത് കൊടുക്കണ്ട. ഈ ടെക്സ്റ്റിലുള്ളത് അത്രയും പഠിച്ചു വെക്കുക. ഓക്കെ ബൈ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.